ഏതാ വളയാടാ കാണാത്ത ആരാടാ ഏതാടാ? ഓഹോ, ഒന്നും അറിയാത്ത എള്ളില്ല പിള്ള എന്നെ വായിന്നൊന്നും കേക്കണ്ട നീ വെറുതെ. ഓക്കെ ഓക്കെ, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഏത് പെണ്ണിനെ പറ്റിട്ടാ നീ പറയുന്നതെങ്കിലും ഒന്ന് പറഞ്ഞു താടാ. ആനിനെ പറ്റിട്ട്. അവളെവിടെ? അവളെവിടെ എന്നോടാണോ ചോദിക്കുന്നത്? അവളെവിടെയെന്ന് അറിയണമെങ്കിൽ അവള് വീട്ടിൽ പോയി നോക്ക്. അവളായിട്ടുള്ള അവളില്ല. അവളവിടെ ഇല്ലെങ്കിൽ അവള് വല്ല സാധനം മേടിക്കാൻ വേണ്ടി വല്ല പുറത്തെറ്റാൻ പോയതായിരിക്കും. പിന്നെ കത്ത് എഴുതി വെച്ചിട്ടാണല്ലോ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നത്. എന്റെ പൊന്നിലരി, നിന്നാണ് എന്നാണ് എനിക്ക് ഇതിലൊരു ബന്ധവും ഇല്ലടാ. പിന്നെ നീ എങ്ങനെയാടാ അവളെ വളയ്ക്കുന്നു പറഞ്ഞത്? എന്തായിരുന്നു നിന്റെ പ്ലാൻ? ഒറ്റയടിക്ക് അവള് വളയാൻ വേണ്ടി? അയ്യോ, അത് ഇതൊന്നല്ലായിരുന്നു. അത് ഞാൻ പഠിച്ച് അവളെ പപ്പയുടെ കമ്പനിയിൽ ഒരു പണി വാങ്ങി അങ്ങനെ അവളെ വളയ്ക്കാൻ. ഇപ്പൊ നീ ഇത് തോന്നുന്നു പറഞ്ഞാൽ ഞാനെങ്കിൽ നിന്റെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ മൂച്ചു. തുറന്നു പറയാൻ ഒന്നുമില്ല. എനിക്കറിയത്തില്ല അവളെവിടെയാണ്. പറയില്ല നീ? പറയില്ല? ഞാനിതിൽ എന്തു പറയാനാ? എനിക്കിതിൽ അറിയത്തില്ലല്ലോ. നിങ്ങളിങ്ങനെ വെറുതെ കരഞ്ഞോണ്ടിരിക്കല്ലേ? നമുക്ക് പോലീസിൽ പരാതി കൊടുക്കണ്ടേ? അവ കാണാനില്ലല്ലോ. പോലീസ് സ്റ്റേഷൻ ആരോ ഡോറുമ്പോ മുട്ടുന്ന പോലത്തെ വെച്ചായിട്ടില്ലേ? അവളായിരിക്കും, അവള് വന്ന്. അതവളല്ല. എന്താ അറിയില്ല, ഓരോ ശബ്ദങ്ങളും ഓരോ കുളിമ്പിലും എനിക്ക് അവളുടെ ശബ്ദമായാ തോന്നുന്നത്. ഡയലോഗ് ആരുടേതാന്നുള്ളതല്ല, അത് സന്ദർഭത്തിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലായിരിക്കും. പോയി വെറുതെ ചമ്മണ്ടടി, അത് നിനക്ക് തോന്നുന്നതാണ്. നീ എന്തിനടി കരയുന്നു? നീ എവിടെയായിരുന്നു? എവിടെ പോയതാ? ഇത്ര പെട്ടെന്ന് വന്നാ നീ എവിടെയായിരുന്നു? നിങ്ങളൊക്കെ കളിയാക്കിയ ദേശത്തിന് എന്റെ കൊറിയൻ ഒപ്പേനെ കണ്ടുപിടിക്കാൻ പോയത്. എന്നിട്ട് കിട്ടിയോ? ഇല്ല, പാസ്പോർട്ട് ഇല്ല പറഞ്ഞിട്ട് എയർപോർട്ട് നാട്ടി. അപ്പൊ കൊറിയക്ക് പോണെങ്കിൽ പാസ്പോർട്ട് ഒന്നും നിങ്ങൾക്ക് അറിയില്ലായിരുന്നു? ഇല്ല, ഗൂഗിളിൽ നോക്കിയപ്പോ അത് മാത്രം കണ്ടില്ല. എന്റെ പൊന്നുമോള് കരയല്ലേ? എന്റെ പൊന്നുമോക്ക് കൊറിയൻ അപ്പേനെ മാത്രല്ല, കൊറിയൻ അപ്പാപ്പനെ വരെ പപ്പ സെറ്റാക്കി തരും. നീ ഇങ്ങനൊന്നും പോവരുത് കേട്ടാ. നമ്മളിവിടെ ഫുൾ ടെൻഷൻ അടിച്ചു പോയി. നീ ഇപ്പൊ അങ്ങോട്ട് പോയിണ്ടായിരുന്നെങ്കിൽ നിനക്ക് നിന്റെ കൊറിയൻ അപ്പനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവർക്കും അവരെ ഭാവി ഭാര്യനെ പറ്റി ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ശവമായിട്ടില്ല. നീ അങ്ങോട്ട് കെട്ടിടത്തില്ലായിരുന്നു, നീ ഇപ്പൊ ശവമായി പെട്ടിയിലേ ഇങ്ങോട്ട് വന്നേനെ. എവിടെ എന്റെ പൊന്നാര മോളെ? എവിടെ വന്ന മോളെ? മമ്മി, ഞാൻ വന്ന്. മമ്മി എന്നെ മിസ് ചെയ്തോ? പിന്നെ ഇല്ലേ, മമ്മി വല്ലാണ്ട് മിസ് ചെയ്ത്. എന്റെ പൊന്നാര മോളൊന്നും ഇങ്ങോട്ട് വന്നേ. എന്താ മമ്മി? ഇനി എന്റെ അടുത്ത് ചോദിക്കാണ്ട് ഈ വീട്ടിന്റെ മുറ്റത്ത് പോലും നീ ഇറങ്ങി പോയിട്ടുണ്ട്. സ്വഭാവം നിനക്ക് അറിയത്തില്ല. ഞാൻ വെറും കച്ചറ. നിന്റെ പാന്തേന്റെ അടുത്ത് ചോദിച്ചാ മതി. കോപ്പ് തിരിച്ചു വരണ്ടായിരുന്നു. എന്തെന്ന്? ഒന്നും പറഞ്ഞില്ല. എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും. പിന്നെ ബീഫ് എന്റെ പൊന്നെ, ഏതാന്ന് എനിക്ക് എങ്ങനെ സാധിക്കുന്നു? എങ്ങനെ സാധിക്കാണ്ടിരിക്കും? പപ്പയുടെ മമ്മിയുടെ കഴിവല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നേ. ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചിട്ട് ചെന്നിരുന്ന് പഠിച്ചോ. ഇനി മേലെ ഇവിടെ ലവ്ന്ന് പോകുന്ന ഒരു വാക്ക് കേട്ടു. അല്ല മോളെ, കൊറിയയിൽ നീ അധികം ചേർക്കനെ കണ്ടുവച്ചിട്ടുണ്ടോ? ഈ ഇവിടുന്ന് ഡയറക്റ്റ് പോയിട്ട് ചെക്കനെ കൂട്ടി ഇങ്ങോട്ട് വരാന് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആരെ? ഇല്ല, ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കും. ഇല്ല, ഞങ്ങള് കളിയാക്കില്ല. നീ ആളാരാ പറ. എനിക്ക് ആകെ അറിയാ കൊറിയയില് ബിടിഎസിനെയാണല്ലോ. ഏത് ആ മീശയും താടിയൊന്നുമില്ലാത്ത ആ ചെള്ളു ചക്കന്മാരാണോ നീ നോക്കി വെച്ചത്? അയ്യോ, പിന്നെ നിങ്ങളുടെ ഭർത്താവിന് താടി മീശയും വഴിഞ്ഞൊഴുകുവാണല്ലോ. ഓ സോറി, മൈ മിസ്റ്റേക്ക്. യു കണ്ടില്ല.
BTS-ലെ ജിമിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെന്ന് വിളിക്കേണ്ട താമസം ഉണ്ടായിരുന്നല്ലോ, അവൻ ഇപ്പൊ ഇറങ്ങി വന്നേനെ. അത് പൊടി പൊട്ടത്തി. ഓഹോ, എന്നോട് ഒന്ന് ലവ് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാം കൂടി അവളെ സപ്പോർട്ട് ചെയ്തു. ഞാൻ എന്റെ ലവിന്റെ കാര്യം പറയുമ്പോ നിങ്ങൾക്ക് പുച്ഛ. ഇല്ലെങ്കിൽ എനിക്കറിയാം, പണ്ട് നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമല്ല. അവളുടെ പേരിന്റെ കൂടെയുള്ള കളഞ്ഞിട്ട് എനിക്ക് പേരിട്ടപ്പോഴേ എനിക്ക് ഇതൊക്കെ മനസ്സിലായതാ. നീ എന്ത് തേങ്ങയൊക്കെ മോളെ പറയുന്നേ? നീ എന്താ പറയുന്നത്? നിനക്കത് ബോധമുണ്ടോ? പറഞ്ഞ സാധനം അവൾക്ക് ജനിച്ചപ്പോ തൊട്ടില്ല, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എടി, നിന്നോട് ഞങ്ങൾക്ക് സ്നേഹമില്ലാത്തോണ്ടൊന്നല്ല, നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ പറയുന്നത്. തുടങ്ങി അവളുടെ കരച്ചില്. നിങ്ങൾക്കൊക്കെ ഇല്ലെങ്കിലും പണ്ടേ അന്നോട് സ്നേഹം എന്നോടാർക്കും ഇഷ്ടമല്ലേ? അത് നീ ഇപ്പോഴെങ്കിൽ മനസ്സിലാക്കിയത് വളരെ നല്ല കാര്യം. ഓ എന്റെ പൊന്നു മോൾ, ആരെ വേണേം പ്രേമിച്ചു പപ്പ പറഞ്ഞ് ശരിയാക്കിക്കോളാം. ഓ ജുണേട്ടാ, നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് ഈ കൊച്ചിനെ ഇങ്ങനെ നശിപ്പിക്കുന്നത്. നിങ്ങൾ കാരണം നമ്മൾ 3 പിള്ളേർ ഇങ്ങനെ ആയിപ്പോയത്. നിങ്ങൾ കിടന്നോ? ഇല്ല മമ്മി. എന്തുവാ? ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ആരെ കൂടിയായിരിക്കും വിളിച്ചോടി പോയിണ്ടാവുക. കുറെ നേരമായാലും ഇരുന്ന് തല പുകച്ചാലോചിക്കുന്നു എന്താണ് സംഭവം. എനിക്ക് ഇരുന്നിട്ട് ഒരു ഇരപ്പ് ഉറക്കുന്നില്ല. ആരെ കൂടിയായിരിക്കും പോയതെന്ന് ആലോചിച്ചു. ഓ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അവള് ചിലപ്പോ അവരൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞായിരിക്കും. ചിലപ്പോ അങ്ങനെ ആയിരിക്കുമല്ലേ. അവള് അവരൊന്ന് പേടിപ്പിക്കാൻ വെറുതെ പുറത്തിറങ്ങി പോയതായിരിക്കും. നീ ഇരുന്ന് ടെൻഷൻ ആവുന്നുണ്ട്. ചിലപ്പോ പുറത്ത് ഏതായിരിക്കും. അവളില്ലെങ്കിൽ അങ്ങനത്തെ കിട്ടുന്നില്ല. അവള് നല്ല കുട്ടിയായിരിക്കും. എന്നെ വിളിക്കുന്നു, ഒരു സെക്കൻഡ്. പറയടി. ശരി. എന്താടാ എന്ന് പറയാനാ വിളിച്ചേ? ഞാൻ തിരിച്ചു വന്നത് പോലും അവള് ഏതോ കൊറിയറൊപ്പേരെ തപ്പാൻ വേണ്ടി എവിടെയോ പോയതാണ്. എന്തോ ജിമിനോ കുമ്മിനോ അങ്ങനെ എന്താ പറഞ്ഞു. അതാരാ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരാളെ പേര്. എന്താ അയാളും അവളുമായിട്ട് എന്താ ബന്ധം? ചിലപ്പോ വല്ല അവിഹിത ബന്ധമായിരിക്കും. വേണ്ട നീ, അവൾ അങ്ങനത്തെ ഒരു കുട്ടിയൊന്നുമല്ല. അങ്ങനത്തെ ഒരു കുട്ടിയാവില്ലേ? അങ്ങനത്തെ ഒരു കുട്ടി അല്ലെങ്കിൽ നിനക്ക് കൊള്ളാം. ചുമ്മാ നിന്നെന്താക്കാം. എന്തായാലും അവള് തിരിച്ചു വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി അവളെ കണ്ടിട്ട് വന്നാലും. ഓഹോ, അത്ര വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോകണോ ആദ്യക്കുട്ട? റേഷൻ കട മറന്ന് മണ്ണെണ്ണ അരി വാങ്ങിയ പ്രശ്നമാവൂലേ? നിനക്ക് മണ്ണെണ്ണ അരി വാങ്ങാൻ പോയപ്പോ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ ഇതിലും ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഇവിടെ പാടാ പട്ടി.